8 നോയമ്പിൻ്റെ ചരിത്രമറിഞ്ഞ് നമുക്ക് നോയമ്പെടുക്കാം. നമ്മളിൽ എത്ര പേർക്കായിരുന്നു 8 നോയമ്പിൻ്റെ ചരിത്രം അറിയാവുന്നത്? എനിക്കറിയില്ലായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം ഒരു വൈദികൻ ചെയ്ത വീഡിയോയിൽ നിന്നാണ് ഞാൻ ഈ ഭാഗങ്ങൾ കടമെടുത്തത്. സുറിയാനി സഭയിൽ മറ്റൊരിടത്തുമില്ലാതെ ഇന്ത്യയിൽ മാത്രമാണ് 8 നോയമ്പ് ആചരിക്കുന്നത്. മൈസൂർ രാജാവായ ടിപ്പു സുൽത്താൻ വയനാട്ടിൽ പാളയമിറങ്ങിയ സമയത്ത് സുറിയാനി ക്രിസ്ത്യാനികൾ ഭയചകിതരായി. കാരണം ടിപ്പു സുൽത്താൻ ഏറ്റവും അധികം ആക്രമിച്ചിരുന്നത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയുമായിരുന്നു. വീടുകളിൽ കയറി ആ വീട്ടിലെ പുരുഷന്മാരെ മുഴുവൻ കൊല്ലുക, അമ്മമാരുടെ മുന്നിലിട്ട് മക്കളെ കൊന്നുകളയുക, സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോവുക, അവരുടെ ചാരിത്രം നശിപ്പിക്കുക, കുടുംബം നശിപ്പിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. മലബാറിൽ ടിപ്പു സുൽത്താൻ്റെ പടയിറങ്ങി എന്നറിഞ്ഞപ്പോൾ മധ്യ കേരളത്തിലുണ്ടായിരുന്ന സ്ത്രീകളാണ് ആദ്യം മുന്നോട്ട് വന്നത്. ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ഒരു തീരുമാനമെടുത്തു. ദേവാലയത്തിൽ പോയി സെപ്റ്റംബർ മാസത്തിലെ ആദ്യ നാളുകളിൽ ദൈവമാതാവിനോട് അപേക്ഷിച്ചു. അവരുടെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: ഞങ്ങളുടെ കൺമുൻപിൽ വെച്ച് ഞങ്ങളുടെ ഭർത്താക്കന്മാർ മരിക്കരുത്, ഞങ്ങളുടെ മക്കൾ മരിച്ചു കിടക്കുന്നത് കാണാൻ ഞങ്ങൾക്കിടയാക്കരുത്, ഞങ്ങളുടെ ചാരിത്രം നശിക്കാനിടയാകരുത്. അങ്ങനെ തങ്ങളുടെ കുടുംബം നിലനിർത്തുന്നതിന് വേണ്ടി സ്ത്രീകളാണ് ഈ നോമ്പ് ആദ്യമായി തുടങ്ങിവെച്ചത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് സ്ത്രീകളുടെ നോമ്പായി അറിയപ്പെട്ടിരുന്നു. പിന്നീട് ഈ നോമ്പ് വളരെയധികം ശക്തി പ്രാപിച്ചു. ടിപ്പു സുൽത്താൻ്റെ പടയിറങ്ങി ടിപ്പു സുൽത്താൻ ഏകദേശം ആലുവ വരെ വന്നു. ആ സമയത്ത് മഴ പെയ്ത് ആലുവ പാലം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയതുകൊണ്ട് പാലം മറികടക്കുവാൻ പറ്റാതെ അദ്ദേഹം തിരിച്ചുപോയി. പിന്നീട് ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. നോമ്പ് നോക്കിയവർക്ക് വലിയ അത്ഭുതമായി. ഞങ്ങൾക്ക് പടയാളികളോ ആയുധങ്ങളോ സ്വാധീനമോ ഒന്നുമില്ലാതിരുന്നിട്ടും ദൈവമാതാവിനോട് പ്രാർത്ഥിച്ച് നോമ്പെടുത്തതിൻ്റെ ഫലമാണ് വിജയമെന്ന് അവർ വിശ്വസിച്ചു. നോമ്പ് നോക്കിയവർ പിന്നീട് എല്ലാ വർഷവും സെപ്റ്റംബറിൽ അത് തുടർന്നു. അതിനെ പിന്തുടർന്നാണ് നമ്മൾ 8 നോമ്പ് അനുഷ്ഠിക്കുന്നത്. ഇതാണ് 8 നോമ്പിൻ്റെ ചരിത്രം.